റമളാൻ എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ മനോതലങ്ങളിലേക്ക് കടന്നു വരുന്ന വളരെ പ്രധാനപ്പെട്ട ദിനമാണ് ബദർ ദിനം. 1000-ഓളം വരുന്ന ശക്തരും മല്ലരുമായ ശത്രുക്കളോട് കേവലം 313 ആളുകൾ പോരാട്ടം നടത്തി വിജയം സാധിച്ചത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സംഭവമാണ്. അന്നങ്ങനെ ഒരു പോരാട്ടം നടത്തി വിജയം സാധ്യമായിട്ടില്ല എങ്കിൽ ഇസ്ലാമിന് ഇത്രമേൽ ഇസ്സത്ത് ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പൂർവ്വകാലം മുതലേ റമളാൻ 17-ന് ബദർ അനുസ്മരണവും ബദർ മൗലിദും അസ്മാഉൽ ബദറും ചൊല്ലി പ്രത്യേകം ബദരീങ്ങളുടെ കാവല് നമ്മുടെ ജീവിതത്തിലും നാം ഇടപെടുന്ന മേഖലകളിലും നമ്മുടെ ജോലിയിലൊക്കെ പ്രത്യേകമായിട്ട് ലഭിക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യാറുണ്ട്. കാലത്തിൻ്റെ ഈ കുത്തൊഴുക്കിനുള്ളിൽ മലവെള്ളപ്പാച്ചിലിൽ ഇതൊന്നും നഷ്ടമാക്കരുത്. ആ പഴമയുടെ തനിമ അതേപോലെ നിലനിർത്തി എല്ലാ വർഷവും നമ്മൾ അവരെ അനുസ്മരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ ബദറിൻ്റെ കാവൽ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.